അങ്ങനെ ഫാമിലി വീക്ക് സ്റ്റാർട്ട് ആയിട്ടുണ്ട്. ഇന്ന് നമ്മുടെ കണ്ടസ്റ്റേഴ്സിന്റെ വീട്ടുകാരൊക്കെ വീട്ടിനകത്ത് കയറിയിട്ടുണ്ട്. നാളെ നമുക്ക് കാണാൻ സാധിക്കും. അതുപോലെ തന്നെ കുറെ കാര്യങ്ങളൊക്കെ ഉണ്ട് പറയാനായിട്ട്. അപ്പൊ നിങ്ങൾ വീഡിയോ ആദ്യത്തെ കാണുന്നെങ്കിൽ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറന്നു വേണ്ട. നമുക്ക് എന്തായാലും വീട്ടിലോട്ട് പോകാം. അപ്പൊ ഓൾറെഡി ഇന്ന് നമ്മുടെ 2 വീട്ടുകാർ വീടിനകത്ത് കയറിയെന്നാണ് അറിയാൻ സാധിക്കുന്നത് എന്തായാലും. പിന്നെ ഒരു അവിടെ കേൾക്കുന്നുണ്ട് ഒരു ദിവസം അവിടെ സ്റ്റേ ചെയ്യാനുള്ള ചാൻസ് ഉണ്ട്. പിന്നെ എന്താണ് 13 പേരുടെ വീട്ടുകാരാണല്ലേ അകത്തോട്ട് കയറാനുള്ളത്. അതുകൊണ്ട് തന്നെ 2 ആഴ്ച നീണ്ടു നിൽക്കുന്നതാണ് കേൾക്കുന്നത്. നമുക്ക് നോക്കാം അല്ലേ. പിന്നെ ഓൾറെഡി എനിക്ക് തോന്നുന്നു ഇനിയിപ്പോ കണ്ടന്റ് ഒക്കെ കിട്ടാനായിട്ട് ഭയങ്കര ക്ഷാമമായിരിക്കും. ഓൾറെഡി എല്ലാവരും ഒന്ന് എന്താ പറയാ ഒരു സ്മൂത്തിൽ അങ്ങ് പോവുകയാണ്. ഇനി പ്രത്യേകിച്ച് വേറെ കണ്ടന്റ് അവർക്ക് ഉണ്ടാക്കാനൊന്നും ഇല്ലെന്ന് തോന്നുന്നു. അതുകൊണ്ടായിരിക്കും ഇത്രയും പെട്ടെന്ന് നമ്മുടെ ഈ ഫാമിലി വീക്ക് കൊണ്ടുവച്ചു. കാരണം റേറ്റിംഗ് ഒക്കെ വേണ്ടല്ലേ, നമ്മുടെ ഏഷ്യാനെറ്റ് കുറച്ച് റേറ്റിംഗ് ഒക്കെ വേണ്ട. അപ്പൊ ഈ ഫാമിലി വീക്ക് ആകുമ്പോൾ എന്തായാലും റേറ്റിംഗ് കൂടാനുള്ള ചാൻസ് കൂടുതലാണ്. അതുകൊണ്ടായിരിക്കാം ഇത്രയും നേരത്തെ കൊണ്ടുവച്ചത്. കാരണം കഴിഞ്ഞ സീസണിലൊക്കെ നമ്മുടെ ലാസ്റ്റ് വീക്കിന്റെ തൊട്ട് മുന്നത്തെ വീക്ക്, അതായത് അവസാനത്തെ ആള് പോകുന്ന ഒരു ആഴ്ച ഉണ്ടല്ലോ, ആ ആഴ്ചയിലാണ് സാധാരണ ഫാമിലി വീക്ക് വരുന്നത്. അത് കഴിഞ്ഞിട്ടാണ് പിന്നെ നമ്മുടെ എന്താണ് ഈ പണപ്പെട്ടി ടാസ്കും പിന്നെ റീ എൻട്രീസ് ഒക്കെ വരുന്നത്. പക്ഷെ ഇപ്രാവശ്യം ഒരുപാട് നേരത്തെയാണ് നമ്മുടെ വീട്ടുകാരൊക്കെ വരുന്നത്. എന്തായാലും നോക്കാം നമുക്ക്. എന്തെങ്കിലുമൊക്കെ ഒരു വെറൈറ്റീസ് ഒക്കെ അവർ കൊണ്ടുവരാതിരിക്കത്തില്ല ഇത്രയും പെട്ടെന്ന് കൊണ്ടുവന്നതുകൊണ്ട് തന്നെ. പിന്നെ എനിക്കൊന്ന് രണ്ടുപേരെ വെച്ചിട്ടായിരിക്കും വീടിനകത്ത് കയറുന്നത്. ആരൊക്കെ കയറിയെന്നുള്ളത് അറിയത്തില്ല. അത് വേണമെങ്കിൽ കുറച്ചുകൂടെ കഴിയുമ്പോഴത്തേക്കും അറിയാൻ സാധിക്കുകയാണെങ്കിൽ അടുത്ത വീട്ടിൽ ഞാൻ വീണ്ടും വരുന്നതായിരിക്കും. എന്തായാലും നിങ്ങൾ എന്താണ് ഒരു എക്സ്പെക്ടേഷൻ, വീട്ടുകാർ വന്നിട്ട് എന്തായിരിക്കും പിന്നീടുള്ള ഒരു ഗെയിം? ഓൾറെഡി ഓർക്കുന്നുണ്ട് കഴിഞ്ഞ പ്രാവശ്യമൊക്കെ അവർ വന്നിട്ട് ഓൾറെഡി എല്ലാവരും എല്ലാ കാര്യങ്ങളൊക്കെ അറിഞ്ഞു. കാരണം അവർ സംസാരിക്കും, ഒരിടത്ത് പറയും ഓൾറെഡി നിങ്ങൾ ഒരിക്കലും അവിടെ ചെന്നിട്ട് പുറത്തെ കാര്യം പറയരുതെന്ന് പറഞ്ഞാൽ പോലും എന്തായാലും എന്തെങ്കിലുമൊക്കെ പറയാതിരിക്കത്തില്ലല്ലോ. അപ്പൊ അവരെന്തായാലും അറിയാം എങ്ങനെയാണ് എന്താന്നൊക്കെയുള്ള കാര്യങ്ങൾ. അപ്പൊ നോക്കാം ഇനി എങ്ങനെയാണ്. നമ്മുടെ വീട്ടുകാർ ഒട്ടും പ്രതീക്ഷിച്ചിട്ടില്ല. കാരണം ഓൾറെഡി നമ്മുടെ അഭിഷേക് ഒക്കെ അവിടെ ആക്സെപ്റ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. അടുത്ത ആഴ്ച കഴിഞ്ഞാൽ പിന്നത്തെ ആഴ്ച മറ്റേ ടിക്കറ്റ് ടു ഫിനാല, പിന്നെ ഫാമിലി വീക്ക് അങ്ങനെയൊക്കെ പറഞ്ഞ് ഓൾറെഡി കാൽക്കുലേറ്റ് ചെയ്ത് വെച്ചിരിക്കുകയാണ്. അപ്പൊ അവർ ഒട്ടും പ്രതീക്ഷിക്കുന്നില്ല ഇപ്പൊ വീട്ടുകാർ വരും എന്നുള്ളത്. അവർക്ക് അറിയാം ചിലപ്പോ കഴിഞ്ഞ പ്രാവശ്യം ഈ വീക്കിലി ടാസ്കും പോയിട്ട് ഫാമിലി വീക്ക് ഉള്ള കാരണം ഈ പ്രാവശ്യം വരുന്ന ഒരു വിശ്വാസമുണ്ട്. പക്ഷെ ഇത്രയും നേരത്തെ വരുന്ന ആരും പ്രതീക്ഷിക്കുന്നില്ല. അപ്പൊ നാളെ ഇവരൊക്കെ കാണുമ്പോഴത്തേക്കും ഭയങ്കര സർപ്രൈസ് ആയിരിക്കും എന്തായാലും വീട്ടുകാർക്ക് എല്ലാവർക്കും. അപ്പൊ നോക്കാം നമുക്ക് അവരുടെ ഒരു എന്താണ് ഒരു പ്രത്യേകത. ഇനി നാളെ ആ ഒരു ഇമോഷൻസും എന്താ പറയാ ഫുൾ ഒരു അങ്ങനെ കരച്ചിലൊക്കെ ആയിരിക്കാം നാളത്തെ ഒരു എപ്പിസോഡ്. കാരണം ഒരുപാട് ദിവസങ്ങളായിട്ട് അല്ലേ നമ്മൾ വീട്ടുകാരെ കാണുന്നത്. അപ്പൊ അതിൻ്റെതായ ഒരു എക്സൈറ്റ്മെന്റും സന്തോഷമൊക്കെ നമ്മുടെ കണ്ടസ്റ്റൻസിന്റെ മുഖത്ത് നമുക്ക് കാണാൻ സാധിക്കും. അതുപോലെ തന്നെ ആരാണ് കയറിയെന്നൊക്കെ അറിയാൻ സാധിക്കുകയാണെങ്കിൽ എന്തായാലും അടുത്ത വീഡിയോ ആയിട്ട് വീണ്ടും വരാം. അപ്പൊ നിങ്ങൾ എന്തായാലും എന്റെ അടുത്ത വീഡിയോക്ക് വേണ്ടി വെയിറ്റ് ചെയ്യുക. പിന്നെ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറന്നു പോകണ്ട.